ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഗ്രേഡ് 7-ലെ ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസ് എന്ന ചാപ്റ്ററിലെ ഫസ്റ്റ് എക്സസൈസിലെ 6th ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? മൾട്ടിപ്ലൈ ആൻഡ് എക്സ്പ്രസ് ആസ് എ മിക്സ്ഡ് ഫ്രാക്ഷൻ. അപ്പോൾ നമ്മൾ ഈ ഓരോ ക്വസ്റ്റ്യനും ആദ്യം മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ കിട്ടിയ ആൻസറിനെ മിക്സ് ഫ്രാക്ഷനിൽ എക്സ്പ്രസ് ചെയ്യണം. നമുക്ക് ഓരോന്നായിട്ട് സോൾവ് ചെയ്യാം. ആദ്യം നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. 3 × 5 1/5. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ അതിലുള്ള മിക്സ് ഫ്രാക്ഷനെ മാറ്റി ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കണം. ആദ്യം നമുക്ക് ആ ഒരു സ്റ്റെപ്പ് ചെയ്യാം. 5 1/5 എങ്ങനെയാണ് നമ്മൾ മിക്സ് ഫ്രാക്ഷൻ മാറ്റി ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുന്നത്? 5 × 5 + 1/5. ഹോൾ നമ്പറിനെ ഡിനോമിനേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ന്യൂമറേറ്റർ പ്ലസ് ചെയ്തിട്ട് ഹോൾ ഡിവൈഡഡ് ബൈ ദ ഡിനോമിനേറ്റർ. എങ്ങനെയാണ് ചെയ്യേണ്ടത്? അപ്പോൾ നമുക്ക് കിട്ടുന്നത് 5 × 5 25 ആണ്, +1/5. 25 + 1/5 എന്ന് പറയുമ്പോൾ 26/5 കിട്ടി. കഴിഞ്ഞില്ല, നമുക്ക് 3 × 5 1/5 ആയിരുന്നു. 3 × 26/5 എന്ന് എഴുതി കൊടുക്കാം. 5 1/5 എന്നതിന് പകരം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് 26/5 ആണ്. ഇതൊന്ന് നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. 26 × 3 ചെയ്യണം. 6 3s are 18, 8 here, 1 up, 2 3s are 6, 6 + 1 7, 78/5 എന്ന് കിട്ടി. ഇനി ഇതിനെ വീണ്ടും മിക്സ് ഫ്രാക്ഷനിലോട്ട് മാറ്റണം. അതിനായിട്ട് എന്താ ചെയ്യേണ്ടത്? 78 ഡിവൈഡഡ് ബൈ 5 ചെയ്ത് കൊടുക്കണം. 7ൽ 5 1 time, 1 5 is 5, 7 - 5 is 2. ഈ 8 എങ്ങോട്ട് വരും? 28 ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോൾ നമുക്ക് 5 5s are 25, 8 - 5 is 3. ഇനി ഇതിൻ്റെ കോഷ്യൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത് 15 ആണ്. അത് എഴുതി കൊടുക്കാം ഹോൾ നമ്പറായിട്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ റിമൈൻഡർ വന്നിട്ടുള്ളത് 3 ആണ്. അത് എഴുതാം. ഏത് നമ്പർ കൊണ്ടാണോ നമ്മൾ ഡിവൈഡ് ചെയ്തത് അതാണ് ഇവിടുത്തെ ഡിനോമിനേറ്റർ ആയിട്ട് എഴുതേണ്ടത്. ഇവിടുത്തെ ഡിനോമിനേറ്ററും ഈ ഡിനോമിനേറ്ററും സെയിം ആയിരിക്കും കേട്ടോ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ. എല്ലാവർക്കും മനസ്സിലായല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാൻ മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് നോക്കാം. ഇതുപോലെ തന്നെ 5 × 6 3/4 എന്നാണ്. അപ്പോൾ നമുക്ക് 6 3/4-നെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാം. 6 3/4 = 6 × 4 is 24 + 3/4 = 27/4. മനസ്സിലായല്ലോ? 6 3/4 എങ്ങനെയാണ് 27/4 ആയത്? 6 × 4 ചെയ്തു, 24 കിട്ടി, +3 ചെയ്തു, നമ്മൾ ഡിവൈഡഡ് ബൈ 4 ചെയ്തു, 27/4 എന്ന് കിട്ടി നമുക്ക്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പായിട്ട് അങ്ങനെ എഴുതാലോ. 5 × 27/4 = 27 × 5 ചെയ്യാം. 7 5s are 35, 5 here, 3 up, 2 × 5 is 10, 10 + 3 is 13, 135/4 ആണ്. ഇനി നമുക്ക് 135/4 എന്നതിനെ മിക്സ് ഫ്രാക്ഷൻ ആയിട്ട് എഴുതണം. അതിനായിട്ട് നമുക്ക് നോർമൽ ഡിവിഷൻ ചെയ്ത് കൊടുക്കാം. 3 4s are 12, 3 - 2 is 1, 1 - 1 is 0. ഈ 5 താഴെയൊക്കെ എഴുതാം. 15ൽ 4 3 times, 3 4s are 12, 3 ബാലൻസ്. ഇതിലെ കോഷ്യൻ്റ് ഹോൾ നമ്പർ ആയിട്ട് എഴുതാം, റിമൈൻഡർ ന്യൂമറേറ്റർ, ആൻഡ് 4 is the ഡിനോമിനേറ്റർ. ഇതാണ് നമ്മുടെ ആൻസർ. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 7 × 2 1/4. 2 1/4-നെ നമുക്ക് ഇംപ്രോപ്പർ ഫ്രാക്ഷനായിട്ട് മാറ്റാം. 2 × 4 + 1/4, 8/2 × 4 8, 8 + 1 is 9, 9/4 എന്ന് കിട്ടും. നമുക്കതിവിടെ എഴുതാം. 7 × 9/4, 7 × 9 is 63/4 എന്ന് കിട്ടി നമുക്ക്. ഇനി ഇതിനെ ഡിവൈഡ് ചെയ്യാം. 63 ഡിവൈഡഡ് ബൈ 4. 6ൽ 4 1 time, 1 4 is 4, 6 - 4 is 2. ഈ 3 നമുക്ക് താഴേക്ക് എഴുതാം. 23ൽ 4 5 times, 5 4s are 20,
3 minus 0 is 3. 2 minus 2, 0. ഇനി നമുക്ക് ഈ ആൻസർ മിക്സ് ഫ്രാക്ഷൻ ആയിട്ട് എഴുതി കൊടുക്കാം. ഇതിൻ്റെ കോഷ്യൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത് 15 ആണ്. പിന്നെ റിമൈൻഡർ വന്നിട്ടുള്ളത് 3 ആണ്. 4 ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാം. ഹോൾ നമ്പറായിട്ട് ഈ 15 എഴുതാം. 3 ന്യൂമറേറ്റർ ആയിട്ടും ഈ നമ്പർ ഡിനോമിനേറ്റർ ആയിട്ടും എഴുതി കൊടുക്കാം. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ കൂട്ടുകാരെ, എല്ലാവർക്കും ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നെല്ലാം മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 4 into 6 1/3 equals to 4 into 6 3s are 18. 18 plus 1 is 19/3. അങ്ങനെ ചെയ്യാമല്ലോ. ഇനി ഇപ്പോൾ എല്ലാവർക്കും സ്റ്റെപ്സ് ഒക്കെ മനസ്സിലായല്ലോ. 4 into 19 നോക്കാം. 9 4s are 36. 6 here, 3 up. 1 4 is 4. 4 plus 3 is 7. ഇവിടെ 76/3 എന്ന് എഴുതി കൊടുക്കാം. 76നെ 3 ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്യാം. 2 3s are 6. 7 minus 6 is 1. ഈ 6 താഴേക്ക് എഴുതാം. 16ൽ 3 5 times. 5 3s are 15. 6 minus 5 is 1. 1 minus 1 is 0. ഇനി നമ്മുടെ ആൻസർ എങ്ങനെ എഴുതാം? 25 1/3. ഇതാണ് നമ്മുടെ ആൻസർ. ഇനി അടുത്തത് നോക്കാം. 3 1/4 into 6. 3 into 4 is 12. 12 plus 1 is 13/4 into 6. 13 into 6 നോക്കാം. 3 6 are 18. 8 here, 1 up. 1 into 6 is 6. 6 plus 1 is 7. 78/4. 78 നമുക്ക് 4 ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 1 4 is 4. 7 minus 4 is 3. 8 താഴെ എഴുതാം. 38 ആയി. 9 4s are 36. 8 minus 6 is 2. 3 minus 3 is 0. നമ്മുടെ ആൻസർ എന്തായിരിക്കും? 19 ഹോൾ നമ്പർ ആയിട്ട് എഴുതാം. നമ്മുടെ റിമൈൻഡർ 2. പിന്നെ ഏതുകൊണ്ടാണോ ഡിവൈഡ് ചെയ്തത് ആ നമ്പർ ഇവിടെ എഴുതി കൊടുക്കാം. അത്രയപ്പോൾ നമ്മുടെ ആൻസറായി. ഇനി അടുത്തത് നോക്കാം. 3 2/5 into 8. അപ്പോൾ എന്താ ചെയ്യുക? 3 into 5 is 15. 15 plus 2 is 17. 17/5 into 8. 17 into 8 നോക്കാം. 7 into 8 is 56. 6 here, 5 up. 1 into 8 is 8. 8 plus 5 is 13. 136/5. ഈ 136നെ നമുക്ക് 5 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 2 5s are 10. 3 minus 0 is 3. 1 minus 1 is 0. ഈ 6 താഴോട്ട് എഴുതാം. 7 5s are 35. 6 minus 5 is 1. 3 minus 3 is 0. അപ്പോൾ നമുക്ക് ആൻസർ ഹോൾ നമ്പർ ആയിട്ട് 27 എന്ന് എഴുതാം. പിന്നെ റിമൈൻഡർ 1 and 5 ഡിനോമിനേറ്റർ. മനസ്സിലായല്ലോ. നമ്മുടെ എല്ലാ ആൻസറും റെഡിയാണിപ്പോൾ. എല്ലാവർക്കും ഈ സൊല്യൂഷനൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് എപ്പോഴെങ്കിലും ഫീൽ ചെയ്യുമ്പോൾ അപ്പോൾ കമൻറ്റ് സെക്ഷനിൽ അത് ചോദിക്കണം. നിങ്ങളുടെ കമൻസിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യണം. ഇതുവരെ എനിക്ക് കമൻസ് ഒന്നും കിട്ടിയിട്ടില്ല. എല്ലാവർക്കും പറയുന്നതെല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കണം. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു, ബൈ ബൈ.